നമസ്കാരം. ACV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാക്കൂരിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം, 4 പേർക്ക് ഗുരുതര പരിക്ക്. മൂവാറ്റുപുഴയുടെ തീരങ്ങളെ ആവേശത്തിലാഴ്ത്തി ത്രിവേണി ഓണം വള്ളംകളി. മൂവാറ്റുപുഴയിൽ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് പകർന്നു മോറ്റോണം. വാർത്തകൾ വിശദമായി. കൂത്താട്ടുകുളം കാക്കൂരിൽ വിവാഹ സംഘവുമായി പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വൻ അപകടം, 35 പേർക്ക് പരിക്ക്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നടക്കാവ് ഹൈവേയിൽ കാക്കൂർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. പിറവം ഭാഗത്തുനിന്ന് കൂത്താട്ടുകുളത്തേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലൂടെ പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികയെ രക്ഷിക്കാൻ ഡ്രൈവർ ബസ് പെട്ടെന്ന് വെട്ടിച്ചതാണ് നിയന്ത്രണം വിട്ട് മറിയാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരും മറ്റു വാഹനയാത്രക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പെട്രോൾ പമ്പിൻ്റെ ചേർന്നുള്ള സ്ഥലത്ത് എതിരെ വന്നൊരു സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഡ്രൈവർ വെട്ടിച്ചതാണെന്നാണ് കേട്ടത്. എന്തുതന്നെയാണെങ്കിലും വലിയൊരു അപകടം ഒഴിവായത്. അവിടെ നല്ല ബലമുള്ള ഒരു ബോർഡായിരുന്നു ഈ ബസ്സിൽ വെച്ചിരുന്നത്. ആ ബോർഡിലിടിച്ച് വാഹനം വട്ടം മറിഞ്ഞ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പരിക്കേറ്റവരെ സമീപത്തെ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിലും മോനിപ്പിള്ളി MUM ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി M. ജോൺ എന്നിവർ ആശുപത്രി അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയുടെ തീരങ്ങളെ ആവേശത്തിലാഴ്ത്തി വള്ളംകളി മത്സരം നടന്നു. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ത്രിവേണി ഓണം ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായി. 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൂവാറ്റുപുഴയാർ വീണ്ടും ആവേശകരമായ വള്ളംകളിക്ക് വേദിയായി. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ത്രിവേണിയോണം ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വള്ളംകളി കാണാൻ നദിയുടെ ഇരുകരകളിലും വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. ഓണാഘോഷത്തിന് ആവേശം പകർന്ന ജലോത്സവം നഗരത്തിന് ഉത്സവ അന്തരീക്ഷം സമ്മാനിച്ചു. മൂവാറ്റുപുഴയാറിന്റെ ഓളപ്പരപ്പിൽ ചുണ്ടൻ വള്ളങ്ങളും മറ്റു വള്ളങ്ങളും നിറഞ്ഞതോടെ മത്സരം ആവേശകരമായി. വിവിധ ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ 6 റൗണ്ടുകളിലായാണ് വള്ളംകളി നടന്നത്. ഓരോ റൗണ്ടിലും വാശിയേറിയ പോരാട്ടമാണ് അരങ്ങേറിയത്. വള്ളങ്ങളുടെ കുതിപ്പിനൊപ്പം കാണികളുടെ ആവേശവും ഉയർന്നു. വള്ളംകളി കാണുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. നദിയുടെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം മത്സരത്തിന് ആവേശം പകർന്നു. ഏറെ കാലത്തിന് ശേഷം മൂവാറ്റുപുഴയാർ വീണ്ടും ജലോത്സവത്തിന് വേദിയായത് നാട്ടുകാർക്കും ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയവർക്കും വേറിട്ട അനുഭവമായി. വള്ളംകളിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ആലപ്പുഴയിൽ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിട്ടുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയിലും സാധ്യമാണ് എന്ന് ആ കാലഘട്ടത്തിൽ തെളിയിച്ച അന്നത്തെ ജലമേളയ്ക്ക് നേതൃത്വം നൽകിയ അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതിയുടെയും അന്നത്തെ സംഘാടക സമിതിയെയും ഈ നാടിനെയും ഈ നാട്ടാരെയും സാക്ഷി നിർത്തി ഒരു വേള അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ജലമേള ഇവിടെ സംഘടിപ്പിക്കുവാൻ കാരണമായതും ആ കാലഘട്ടത്തിന്റെ തീരുമാനമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. മാത്യു കുഴൽനാടൻ MLA, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, RDO അബ്ബാസ് A, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിന്റെ പാരമ്പര്യവും നാടിന്റെ കൂട്ടായ്മയും ആഘോഷമാക്കിയ ത്രിവേണി ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വള്ളംകളി മൂവാറ്റുപുഴയുടെ സാംസ്കാരിക വിനോദ രംഗത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. വരും വർഷങ്ങളിലും ഇത്തരം ജലോത്സവങ്ങൾ സംഘടിപ്പിച്ച് മൂവാറ്റുപുഴയാറിനെ കൂടുതൽ സജീവമായ വിനോദസഞ്ചാര ആഘോഷ കേന്ദ്രമാക്കി മാറ്റും. ACV ന്യൂസ്, മൂവാറ്റുപുഴ.
മൂവാറ്റുപുഴയിൽ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് പകർന്ന് മോറ്റോണം 2026 സംഘടിപ്പിച്ചു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA സംഘടിപ്പിച്ച ആഘോഷത്തിൽ വിവിധ മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും നടന്നു. രാവിലെ പൂക്കള മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. തുടർന്ന് വിളംബര ജാഥ നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് വിളംബര ജാഥയിൽ പങ്കെടുത്തത്. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നാണ്. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തിൻ്റെ പൊതുപേര് എന്നത് ഓണാട്ടുകരയാണ്. ഓണാട്ടുകര എന്ന പേരിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന ഐതിഹ്യം മഹാബലി ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെജി ഷാനവാസ്, വൈസ് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് വർക്കി, ഷെൽമി ജോൺസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാബു ജോൺ, സുഭാഷ് കടക്കോട്, KM സലീം, വർഗീസ് മാത്യു, PP എൽദോസ്, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോജി ജോസ്, ടോമി തന്നിട്ടമാക്കേൽ, സാബു പുതൂർ, TN സുനിൽ, ജീമോൻ പോൾ, ഷൈജി ജേക്കബ്, KP ജെയിംസ്, ഷാൻഡി എബ്രഹാം, രജിത സുധാകരൻ, സിനി മനോജ്, സീനത്ത് അസീസ്, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ഫാദർ ജോർജ് മാന്തോട്ടം, PK നാരായണൻ, മുഹമ്മദ് പനയ്ക്കൻ, KA അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങൾക്ക് ശേഷം സിനിമാ താരം നെൽസൺ ചൂരനാടിന്റെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങേറി. ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്ഥിരം സർക്കാർ ജോലിക്കാരായി നിയമിക്കണമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ സംഘടിപ്പിച്ച മോറ്റോണം 2026 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിതകർമ്മ സേനാംഗങ്ങളെ യഥാർത്ഥത്തിലൊരു നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഉറച്ച സ്ഥിരം ശമ്പളം പറ്റുന്ന ആളുകളായി നിയമിക്കണം എന്ന ആവശ്യത്തിനോട് എനിക്കും പരിപൂർണമായ പിന്തുണയാണുള്ളത്. പ്രിയപ്പെട്ട നിങ്ങളുടെ MLA ഡോക്ടർ ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിക്കും സമാനമായ രീതിയിൽ വലിയ പിന്തുണ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. സംസ്ഥാനത്ത് ദാരിദ്ര്യം ഇപ്പോഴും രൂക്ഷമാണെന്നും പരിപൂർണമായി ദാരിദ്ര്യമുക്തമാക്കി എന്നതിൽ യാതൊരു കാര്യവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം എന്ന അവസ്ഥ ഇപ്പോഴും വളരെ രൂക്ഷമാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പരിപൂർണമായി നമ്മൾ ദാരിദ്ര്യത്തെ മുക്തരാക്കിയെന്നോ നമ്മളൊരു മാവേലി നാടാണെന്നോ പറഞ്ഞിരുന്ന ഒരു കാര്യമില്ല. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്ന് മൂവാറ്റുപുഴയിൽ ഹെലികോപ്റ്റർ ടൂറിസത്തിന് തുടക്കമായി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ത്രിവേണി ഓണം പരിപാടിയുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കായി ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചിരുന്ന ത്രിവേണിയോണം പരിപാടിയുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കായി ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരമൊരുക്കിയത്. മൂവാറ്റുപുഴയുടെ പ്രകൃതി സൗന്ദര്യവും നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും കാഴ്ചകളും ആകാശ ദൃശ്യമായി ആസ്വദിക്കാനുള്ള അവസരമാണ് പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിച്ചത്. ഹെലികോപ്റ്റർ ടൂറിസം പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ടൂറിസം മേഖലയിൽ പുതിയ നവീനമായ ആശയങ്ങളും പുതിയ വൈവിധ്യമാർന്ന ടൂറിസം സങ്കല്പങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ ഒരു ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ സാധ്യത പഠിക്കാനും പരിശോധിക്കാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു അവസരമാണ് ത്രിവേണി ഓണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായിരുന്നു. ഓണാഘോഷത്തോടൊപ്പം മൂവാറ്റുപുഴയുടെ വിനോദസഞ്ചാര സാധ്യതയിൽ കൂടി പരിചയപ്പെടുത്തുന്നതിനുള്ള ശ്രമം കൂടിയാണ് ഹെലികോപ്റ്റർ ടൂറിസത്തിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പുതിയ ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നാണ് നഗരസഭയുടെ വിലയിരുത്തൽ. നഗരത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന പദ്ധതിയായി ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ തുടക്കമാറുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, PP എൽദോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസം ബീഗം, രജിത P, ജിനു ആന്റണി, ഷഹന മാഹിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ACV ന്യൂസ് മൂവാറ്റുപുഴ. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സാമ്പത്തിക സഹായം തേടി കൂത്താട്ടുകുളം സ്വദേശിയായ 12 വയസ്സുകാരൻ അഭിനവ് സന്തോഷവും കുടുംബവും. ഗുരുതര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി വലിയ തുകയാണ് കുടുംബത്തിന് കണ്ടെത്തേണ്ടത്. പാലക്കുഴ കാവുംഭാഗം
മുണ്ടോക്കണ്ടത്തിൽ സന്തോഷിന്റെയും ശ്രീകലയുടെയും മകൻ അഭിനവ് സന്തോഷ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. കൂലിപ്പണിക്കാരനായ സന്തോഷിന്റെ വരുമാനം കൊണ്ടാണ് കുട്ടിയുടെ ചികിത്സയും കുടുംബച്ചെലവും നടത്തുന്നത്. സന്തോഷിന്റെ മാതാവ്, ഭാര്യ, 2 മക്കൾ എന്നിവരടങ്ങിയതാണ് കുടുംബം. കോലഞ്ചേരി, കോട്ടയം, തിരുവനന്തപുരം SAT എന്നിവിടങ്ങളിലായിരുന്നു അഭിനവിന്റെ ചികിത്സ. അഭിനവിന്റെ തുടർ ചികിത്സ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റി കരൾ മാറ്റിവെക്കൽ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കൊച്ചി ജനിച്ച അന്ന് മുതൽ ചികിത്സയിലാണ്. ആദ്യം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പിന്നീട് കോട്ടയം ESI ആശുപത്രി മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. 8 വർഷം വരെ അവിടെയായിരുന്നു ചികിത്സ. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം SAT ആശുപത്രി കൊണ്ടുപോയിരുന്നു ഉണ്ടായത്. അവിടെ 4 വർഷം ചികിത്സയിലായിരുന്നു. അവിടുന്ന് മരുന്ന് കാര്യങ്ങളിൽ രോഗം മാറുമെന്ന് ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും നാൾ വെച്ചിരുന്നത്. മരുന്നിൽ രോഗം മാറാതെ വന്നുകൂടി അവനെ ഞങ്ങൾ ആസ്റ്റർ മെഡിക്കൽ സിറ്റിയിലേക്ക് ലിവർ മാറ്റി വയ്ക്കാനായിട്ട് വിടുകയായിരുന്നു ഉണ്ടായത്. 22 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൂത്താട്ടുകുളം വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ്. മാതാപിതാക്കളായ സന്തോഷും ശ്രീകലയും കരൾ നൽകാൻ തയ്യാറാണ്. ഇതിനുവേണ്ട പരിശോധനകളും പൂർത്തിയാക്കി. പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN സുനിൽ, വാർഡ് മെമ്പർ MC ബിനീഷ്, അഭിനവിന്റെ പിതാവ് MT സന്തോഷ് എന്നിവരുടെ പേരിൽ ചികിത്സാ സഹായ നിധി രൂപവൽക്കരിച്ച് പാലക്കുഴ യൂണിയൻ ബാങ്ക് ശാഖയിൽ അക്കൗണ്ടും തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 22 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ രാപകലില്ലാതെ ഈ പാലക്കുഴ ഗ്രാമപഞ്ചായത്തും ഈ നാടും ഒന്നാകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TN സുനിലിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയർമാനായി രൂപീകരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഈ കൊച്ചിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ ദിനം ഓരോ ടൈം പോലും വേസ്റ്റ് ആക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അഭിനവ്. ACV ന്യൂസ്, കൂത്താട്ടുകുളം. വാളകം കുന്നയ്ക്കൽ നെടുങ്ങാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുതിയ നടപ്പുര നിർമ്മാണത്തിന് തുടക്കമായി. നടപ്പുരയുടെ ആധാര ശിലാസ്ഥാപന കർമ്മം തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ ശ്രീജിത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. വാളകം കുന്നയ്ക്കാൽ നെടുങ്ങാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നടപ്പുരയുടെ ആധാര ശിലാസ്ഥാപന കർമ്മം തന്ത്രി മുഖ്യൻ പുലിയന്നൂർ ശ്രീജിത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ജയൻ MV മേടങ്ങാൽ, ശ്രീജേഷ് മേടങ്ങാൽ, ക്ഷേത്രം മേൽശാന്തി മേടങ്ങാൽ രാജീവ് നമ്പൂതിരി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജോ പാപ്പാലിൽ, മെമ്പർ സർദാർ GKK, ഐരാറ്റുമന വാസുദേവൻ നമ്പൂതിരി, രവി മാറ്റക്കോട്ട്, അനിൽ വാളകം, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് മധു PV, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർ, ലക്ഷ്മണൻ പുറമന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ACV ന്യൂസ്, മൂവാറ്റുപുഴ. വനിതകൾക്കായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനവും ബോധവൽക്കരണവുമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ ഡിസ്ട്രിക്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ ഇടുക്കിയുമായി ചേർന്നാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശുവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ ഇടുക്കിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പരിശീലനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TC ജോബ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ജയറാം പരിശീലനത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ ഭാരവാഹികളും VBG റാംജി പദ്ധതി മേറ്റർമാരുമായ വനിതകളുമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK തോമസ്, ജോസുകുട്ടി ജോസഫ്, ഷൈനി ഷാജി, അംഗങ്ങളായ ബേബിച്ചൻ K എബ്രഹാം, ബീമ അനസ്, ചിഞ്ചു റോജൻ, അമീന സണ്ണി, റോസ്ലി ബിനോയ്, ഹരിദാസ്, BDO സിയ T, ജോയിൻ BTO സാബു സെൽവനോസ്, ബ്ലോക്ക് വനിതാ ക്ഷേമ ഓഫീസർ ഹരികൃഷ്ണൻ CB തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെ വനിതകൾക്കായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ച് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ സുബിത ക്ലാസുകൾ നയിച്ചു. ACV ന്യൂസ്, തൊടുപുഴ. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി DFIയുടെ ചിങ്കാരിമേളം. കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ KR സൂരജ് ബനാണ് ചിങ്കാരിമേളത്തിനായി കളത്തിലിറങ്ങിയത്. കോതമംഗലം DFO ഓഫീസിൽ നടന്ന ഓണാഘോഷത്തിൽ RRT സേനയിലെ അംഗങ്ങളുടെ ശിങ്കാരിമേളം ഏറെ ശ്രദ്ധേയമായി. മേളത്തിനൊപ്പം DFO KR സുജിത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ആവേശത്തോടെ പങ്കെടുത്തു. കോതമംഗലം RRT ഡ്രൈവർ PT റെജിൻ, വാച്ചർ KR ബിബിൻ, DFO ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റ് അരുൺ C സാമുവൽ എന്നിവരാണ് ശിങ്കാരിമേളം അവതരിപ്പിച്ചത്. ഇവർ മേളം കൊഴിപ്പിക്കുന്നതിനിടെയാണ് സൂരജ് ബെൻ ചെണ്ട വാങ്ങി തോളിലിട്ട് പതിയെ കൊട്ടിക്കയറിയത്. 15 മിനിറ്റോളം DFO ശിങ്കാരിമേളത്തിൽ പങ്കാളിയായി.
മൃദംഗവും തബലയും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് DFO പറഞ്ഞു. കോളേജ് പഠനകാലത്ത് തബല മൃദംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ചെണ്ടയിൽ ആദ്യമായാണ് താളമിടുന്നത്. വനത്തിന്റെ കാവൽക്കാരൻ മേളക്കാരനുമാണെന്ന് തെളിയിച്ചു. ഡിവിഷൻ കീഴിലെ റേഞ്ച് ഓഫീസർമാരായ R. സഞ്ജീവ് കുമാർ, മനു K. നായർ, ഇഷാം അഹമ്മദ് എന്നിവർ ഓണാശംസ നേർന്ന് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാക്കൂരിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം, 4 പേർക്ക് ഗുരുതര പരിക്ക്. മൂവാറ്റുപുഴയുടെ തീരങ്ങളെ ആവേശത്തിലാഴ്ത്തി ത്രിവേണി ഓണം വള്ളംകളി. മൂവാറ്റുപുഴയിൽ ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് പകർന്നു മോറ്റോണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.